എല്ലാവർക്കും പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇവിടെ നമ്മൾ നോക്കുവാൻ പോകുന്നത് 40ാമത്തെ പേജിലാണ്. 40ാമത്തെ പേജിൽ നമ്മൾ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ അഡ്ജക്റ്റീവ് ഓഫ് ക്വാളിറ്റി എന്ന് പറഞ്ഞു വെച്ച് ഒരു ഭാഗമുണ്ട്. അത് ഒരു നീല ബോക്സിനകത്താണ് തന്നിരിക്കുന്നത്. അപ്പൊ അവിടെ എന്താണ് എഴുതിയിരിക്കുന്നത്? അപ്പൊ നമ്മൾ ഒരു ചോദ്യം പോലെ തന്നെ ആദ്യം തന്നെ ചോദിച്ചു തുടങ്ങാം. ഓക്കെ, വാട്ട് ഈസ് അഡ്ജക്റ്റീവ് ഓഫ് ക്വാളിറ്റി? എന്താകുന്നു അഡ്ജക്റ്റീവ് ഓഫ് ക്വാളിറ്റി? അഡ്ജക്റ്റീവ് ഓഫ് ക്വാളിറ്റി അല്ലെങ്കിൽ ഡിസ്ക്രിപ്റ്റീവ് അഡ്ജക്റ്റീവ്സ് ഷോ ദ ക്വാളിറ്റി ഓഫ് എ പേഴ്സൺ, തിങ് ഓർ എക്സ്പീരിയൻസ്. അതായത് അഡ്ജക്റ്റീവ് ഓഫ് ക്വാളിറ്റി എന്താണ് കാണിച്ചു തരുന്നത്? ഒരു വ്യക്തിയുടെ ക്വാളിറ്റി, ഗുണങ്ങൾ ഓഫ് എ പേഴ്സൺ, അല്ലെങ്കിൽ ഒരു സാധനത്തിന്റെ ഗുണങ്ങൾ, അല്ലെങ്കിൽ ഒരു അനുഭവത്തിന്റെ ഗുണങ്ങൾ. ഓക്കെ, യു മൈറ്റ് ഹാവ് വിസിറ്റഡ് എ പിക്നിക് സ്പോട്ട് റീസെന്റ്. നിങ്ങൾ ഒരു പിക്നിക് സ്പോട്ട് റീസെന്റ് എന്ന് വെച്ചാൽ അടുത്ത കാലത്ത്, വിസിറ്റഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സന്ദർശിച്ചിട്ടുണ്ടാവും. ഡിസ്ക്രൈബ്, വിവരിക്കുക. യുവർ എക്സ്പീരിയൻസ്, നിങ്ങളുടെ അനുഭവം. വാട്ട് മെയ്ഡ് ദ ട്രിപ്പ് മെമ്മറബിൾ, എന്താണ് ആ ട്രിപ്പ് മെമ്മറബിൾ ആയിട്ട്, ഓർമ്മയിൽ നിൽക്കുന്നതിനായിട്ട് കാരണമായി തീർന്നത്. ട്രൈ ടു യൂസ് ആസ് മെനി അഡ്ജക്റ്റീവ്സ് ഓഫ് ക്വാളിറ്റി ആസ് പോസിബിൾ ഇൻ യുവർ ഡിസ്ക്രിപ്ഷൻ. ട്രൈ ടു യൂസ്, ഉപയോഗിക്കുക. ആസ് മെനി, എത്രമാത്രം അഡ്ജക്റ്റീവ്സ് ഓഫ് ക്വാളിറ്റി ഉപയോഗിക്കാവോ. ആസ് പോസിബിൾ, സാധ്യമാണോ. എത്രമാത്രം അഡ്ജക്റ്റീവ്സ് ഓഫ് ക്വാളിറ്റി ഉപയോഗിക്കുവാൻ സാധ്യമാണോ അത്രമാത്രം അഡ്ജക്റ്റീവ്സ് ഓഫ് ക്വാളിറ്റി ഉപയോഗിക്കുക ഇൻ യുവർ ഡിസ്ക്രിപ്ഷൻ, നിങ്ങളുടെ ആ എഴുത്തിൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ പോവുകയാണ്. ലാസ്റ്റ് സൺഡേ, അതായത് കഴിഞ്ഞ ഞായറാഴ്ച, വി വിസിറ്റഡ് എ ബ്യൂട്ടിഫുൾ പിക്നിക് സ്പോട്ട്. അപ്പൊ അവിടെ ബ്യൂട്ടിഫുൾ എന്നുള്ളത് ഒരു അഡ്ജക്റ്റീവ് ഓഫ് ക്വാളിറ്റി ആണ്. എങ്ങനെ? മനോഹരമായ പിക്നിക് സ്പോട്ട്. ആ പിക്നിക് സ്പോട്ടിനെ വിവരിക്കാൻ വേണ്ടിയാണ് ബ്യൂട്ടിഫുൾ എന്ന് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പൊ മനോഹരമായ പിക്നിക് സ്പോട്ട്. ബിസൈഡ് എ സ്പാർക്ലിംഗ് റിവർ, ആ റിവറിന് വേണ്ടിയിട്ട് വിവരിക്കുന്നതിന് വേണ്ടിയിട്ട് അവിടെ തന്നിരിക്കുന്ന അഡ്ജക്റ്റീവ് ആണ് സ്പാർക്ലിംഗ്, ഗ്ലിറ്ററിങ്, അല്ലെങ്കിൽ ഷൈനിങ്, അല്ലെങ്കിൽ തെളിഞ്ഞു കിടക്കുന്ന, വെട്ടിത്തിളങ്ങുന്ന എന്നൊക്കെയുള്ള അർത്ഥമാണ്. അപ്പൊ റിവർ എങ്ങനെയാണ്? വെട്ടിത്തിളങ്ങുന്നതാണ്. ഇവിടെ ബ്യൂട്ടിഫുൾ എന്ന് പറയുന്നത് പിക്നിക് സ്പോട്ട് എങ്ങനെയുള്ളതാണ്? മനോഹരമായത്. റിവർ വെട്ടിത്തിളങ്ങുന്ന റിവർ ആയിരുന്നു. ദ വെദർ വാസ് പെർഫെക്റ്റ്. വെദറിന് എങ്ങനെയാണ്? അതായത് അന്തരീക്ഷത്തെ അല്ലെങ്കിൽ കാലാവസ്ഥ എന്തിയാണ്? പെർഫെക്റ്റ്, ഏറ്റവും നല്ലതായിരുന്നു. അതെങ്ങനെയാണ്? നെയ്തർ ടു ഹോട്ട്, അത് ഒത്തിരി ഹോട്ട്, ചൂടും ഉണ്ടായിരുന്നില്ല. നോർ ടു കോൾഡ്, അല്ലെങ്കിൽ അത് ഭയങ്കരമായിട്ട് കോൾഡും തണുത്തതും അല്ലായിരുന്നു. അതായത് ഒരു പിക്നിക്കിന് പോകാൻ പറ്റിയ അന്തരീക്ഷമായിരുന്നു. വി സ്പ്രെഡ് അവർ മാറ്റ് അണ്ടർ എ ഷാഡോ ഷെയ്ഡി ട്രീ ആൻഡ് എൻജോയ്ഡ് എ ഡെലീഷ്യസ് ലഞ്ച്. വി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ, സ്പ്രെഡ് എന്ന് വെച്ചാൽ വിരിച്ചു, അവർ മാറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പായ, അണ്ടർ എ ഷെയ്ഡി ട്രീ. ഷെയ്ഡി ട്രീ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? നിഴലുള്ള മരം. അപ്പൊ മരത്തിന് ഷെയ്ഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ നിഴൽ എന്നുള്ള അർത്ഥമാണ്. അപ്പൊ ഇവിടെ മരത്തിന്റെ പ്രത്യേകതയായിട്ട്, ക്വാളിറ്റി ആയിട്ട് കാണിച്ചു തന്നിരിക്കുകയാണ്. ഷെയ്ഡ് ഉള്ള ട്രീ ആയിരുന്നു, അതുകൊണ്ടാണ് ഷെയ്ഡി ട്രീ. ആൻഡ് എൻജോയ്ഡ്, എൻജോയ്ഡ് എന്താണ്? ലഞ്ച്. ഈ ലഞ്ചിന് ഒരു അഡ്ജക്റ്റീവ് ഓഫ് ക്വാളിറ്റി ആയിട്ട് തന്നിരിക്കുകയാണ് ഡെലീഷ്യസ്, അതായത് ആ ലഞ്ച് വളരെ രുചികരമായിരുന്നു. ചിൽഡ്രൻ റാൻ അറൗണ്ട്, ചിൽഡ്രൻ കുട്ടികൾ എന്ത് ചെയ്തു? റാൻ, അതായത് ഓടി നടന്നു, അറൗണ്ട് ചുറ്റുപാടും. വിത്ത് ജോയ്ഫുൾ ലാഫ്റ്റർ, അവർ ചിരിച്ചുകൊണ്ട്, എങ്ങനെ? സന്തോഷത്തിൽ ചിരിച്ചുകൊണ്ട് നടന്നു. ഫില്ലിംഗ് ദ എയർ വിത്ത് എനർജി, ആ എയർ മുഴുവനും, അതായത് അന്തരീക്ഷം മുഴുവൻ വളരെ ഊർജ്ജസ്വലത കാണിച്ചു. മൈ ഫ്രണ്ട് ബോട്ട് എ കളർഫുൾ കൈറ്റ്, അവിടെ എന്താണ് ചെയ്യുന്നത്? കൈറ്റിന്റെ ആ ഒരു ക്വാളിറ്റി കാണിച്ചു തരികയാണ് അഡ്ജക്റ്റീവായിട്ട്, കളർഫുൾ. അപ്പൊ മൈ ഫ്രണ്ട്, എന്റെ ഫ്രണ്ട്, ബ്രോട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ മേടിച്ചു, എ കളർഫുൾ, നിറമുള്ള, കൈറ്റ്, ഒരു പട്ടം. ദാറ്റ് ഡാൻസ്ഡ് ഇൻ ദ ജെന്റിൽ ബ്രീസ്, അതെന്ത് ചെയ്തു? ഡാൻസ് ചെയ്തു. എവിടെയാണ്? ജെന്റിൽ, അതായത് വളരെ മന്ദമായിട്ട് വരുന്ന ആ ബ്രീസിൽ. ബ്രീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കാറ്റ്. അപ്പൊ ഈ കാറ്റിന് വിവരിച്ചിരിക്കുകയാണ് ജെന്റിൽ ബ്രീസ്, വളരെ മന്ദമായിട്ട് വന്ന ആ കാറ്റിൽ. വി സ്പോട്ടഡ് എ ഗ്രേസ്ഫുൾ ഡിയർ, പിന്നീട് പറയുന്നത് എന്താണ്? ഒരു ഡിയറിനെ കുറിച്ചാണ് പറയുന്നത്, ഒരു മാനിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ വി സ്പോട്ടഡ് എങ്ങനെയുള്ളതാണ്? ഗ്രേസ്ഫുൾ, അതായത് വളരെ മനോഹരമായിട്ടുള്ള ഒരു ഡിയർ എന്നുള്ളതാണ്. എലഗന്റ് അല്ലെങ്കിൽ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഡിയർ. ഡിയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയാം, മാനിനെ കണ്ടു. അറ്റ് ദ എഡ്ജ് ഓഫ് ദ വുഡ്സ്, അതായത് ആ വുഡ്, അതായത് കാടിന്റെ അറ്റത്തായിട്ട് ഒരു മനോഹരമായിട്ടുള്ള ഡിയറിനെ കണ്ടു. ദ സീനറി വാസ് സോ പീസ്ഫുൾ, ആ സീനറി എങ്ങനെയുള്ളതായിരുന്നു? വളരെ പീസ്ഫുൾ ആയിരുന്നു. അപ്പൊ സീനറിയുടെ വിവരിച്ചിരിക്കുന്നതാണ് പീസ്ഫുൾ ആയിട്ട്. അപ്പൊ സീനറി വാസ് പീസ്ഫുൾ. അതെട്ടോ പിന്നെന്താണ്? ദാറ്റ് ടൈം സീംഡ് ടു സ്റ്റാൻഡ് സ്റ്റിൽ, അതെന്താണ്? ആ സീനറി വളരെ മനോഹരമായിട്ട് നിൽക്കുന്നതായിട്ട് തോന്നി ആ സമയത്ത്. ബേർഡ് സാങ് ദെയർ മെലോഡിയസ് സോങ്സ്,
ബേഡ്സ് എന്ന് വെച്ചാൽ പക്ഷികൾ, സാങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പാടി, എന്താണ് മെലോഡിയസ് സോങ്. അവരുടെ പാടി എന്നുള്ളതിന്റെ ആ സോങ്ങിന്റെ പ്രത്യേകത, പാട്ടിന്റെ പ്രത്യേകതയായിട്ട് പറയാണ് മെലോഡിയസ്. മെലോഡിയസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇമ്പമാർന്നതെന്നൊക്കെ നമുക്ക് പറയാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ എന്താണ് വളരെ ട്യൂണോട് കൂടിയിട്ടുള്ള അല്ലെങ്കിൽ ഇമ്പമാർന്ന സോങ്സ്. ഫ്രം ദ ടോൾ ട്രീസ്, അതായത് ട്രീയെ പിന്നെ വിവരിച്ചിരിക്കുകയാണ്. ആദ്യം ഷെയ്ഡി ട്രീ എന്ന് പറഞ്ഞു, ഇപ്പൊ പറയുകയാണ് ടോൾ ട്രീസ്, അതായത് ഉയരമുള്ള ട്രീകളുടെ മരത്തിന്റെ മുകളിൽ ഇരുന്ന് അവ വളരെ മനോഹരമായിട്ട് പാടി. ബൈ സൺസെറ്റ്, സൂര്യാസ്തമയത്തോടുകൂടി, വി ഫെൽറ്റ് ഗ്രേറ്റ്ഫുൾ, ഞങ്ങൾ വളരെ സന്തോഷവാന്മാരായിരുന്നു. ഫോർ എ റിഫ്രഷിംഗ് ഡേ അവേ ഫ്രം ദ ബിസി സിറ്റി, ഇത്രയും മനോഹരമായിട്ടുള്ള ഒരു ദിവസം കിട്ടിയതിന്, എവിടെ അവേ ഫ്രം ദ സിറ്റി, സിറ്റിയിൽ നിന്ന് ഇത്രയും ദൂരം അവയായിട്ട് ദൂരെയായിട്ട് കിട്ടിയതിന്. ഓക്കെ, ഇനി നമ്മൾ ബിയിലേക്ക് വരികയാണ്. റീഡ് ദ സെന്റൻസ് ബിലോ, ലുക്ക് അറ്റ് ദ വേർഡ്സ് ഹൈലൈറ്റഡ്, ഹൗ ആർ ദ യൂസ്ഡ് ഇൻ ദ സെന്റൻസ്. നമ്മളോട് പറഞ്ഞിരിക്കുന്ന 3 കാര്യങ്ങളാണ്. റീഡ് ദ സെന്റൻസ്, അതായത് താഴെ തന്നിരിക്കുന്ന സെന്റൻസ് വായിക്കുക. ലുക്ക് അറ്റ് ദ വേർഡ്സ് ഹൈലൈറ്റഡ്, അവിടെ ഹൈലൈറ്റ് ആയിട്ട് ചെയ്തിരിക്കുന്ന വേർഡ്സിനെ നോക്കുക. ഹൗ ദേ ആർ യൂസ്ഡ് ഇൻ എ സെന്റൻസ്, എങ്ങനെയാണ് അവ ഒരു സെന്റൻസിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഒന്നാമതായിട്ട് ഗബ്രിയൽ ഗ്രേസിയ മാർക്കോസ് 100 Years of Solitude is an enormously successful novel. അതായത് ഗബ്രിയൽ ഗ്രേസിയ മാർക്കോസിന്റെ 100 Years of Solitude എന്ന് പറയുന്ന ബുക്ക് ഈസ് ആൻ എനോർമസ്ലി സക്സസ്ഫുൾ നോവൽ. അതായത് വളരെ വളരെ നന്നായിട്ട് വിജയപ്രദമായിരിക്കുന്ന, അതായത് എക്സ്ട്രീംലി വെരി ഹൈലി, വളരെ അതിശയകരമായിട്ട് വിജയിച്ചിരിക്കുന്ന ഒരു നോവലാണ്. ഇവിടെ നോക്കുക, എനോർമസ്ലി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. രണ്ടാമത്, ദ വെദർ വാസ് അൺയൂഷ്വലി കാം, അതായത് അൺയൂഷ്വലി എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണയിൽ കവിഞ്ഞ അല്ലെങ്കിൽ സാധാരണ പോലെ അല്ലാതെ. അപ്പൊ വെദർ എന്ന് വെച്ചാൽ അന്തരീക്ഷം വളരെ ശാന്തമായിരുന്നു. The hike offered a tremendously breathtaking view of the hill and the valley. The hike എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഉയരം, offered എന്ന് വെച്ചാൽ തന്നു, tremendously breathtaking. tremendously എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം വെരി എക്സ്ട്രീംലി അല്ലെങ്കിൽ എക്സ്ട്രീംലി, ഗ്രേറ്റ്ലി എന്നൊക്കെ പറയാം, അല്ലെങ്കിൽ വാസ്റ്റ്ലി എന്നൊക്കെ പറയാം. അതായത് നമ്മൾ പ്രതീക്ഷിക്കുന്നതിനപ്പുറം വിശാലമായിട്ടുള്ള, അത് എങ്ങനെയാണ്, ഒരു ബ്രീത്ത് ടേക്കിംഗ് വ്യൂ, അതായത് ശ്വാസം വരെ എടുത്തു കളയുന്ന രീതിയിലുള്ള ഒരു കാഴ്ച തന്നു. ഓഫ് ദ ഹിൽ, എന്തിനാണ് ഹിൽ, ആൻഡ് ദ വാലി, അതുപോലെ തന്നെ ആ വാലിയുടെയും. ടു ഫോം മോസ്റ്റ് അഡ്വേർബ്സ് ഓഫ് മാനർ ഇൻ ഇംഗ്ലീഷ് വി ആഡ് ly ടു ദ അഡ്ജക്റ്റീവ്. ഇവിടെ ഒരു കാര്യം പറഞ്ഞിരിക്കുകയാണ്. അഡ്വേർബ്സ് ഓഫ് മാനർ എന്ന് പറഞ്ഞ ഒരു വേർഡ്, അഡ്വേർബിനെ കുറിച്ചാണ് പറയുന്നത്. അത് ചെയ്യുന്നതിന് വേണ്ടിയാണ് ly എന്ന് ആഡ് ചെയ്യുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മൾ ആദ്യം തന്നെ നോക്കണം, ഇനി എന്താണ് ഈ അഡ്വേർബ്സ് ഓഫ് മാനർ എന്നുള്ളതാണ് നമ്മളൊന്ന് നോക്കേണ്ടതായിട്ടുള്ളത്. എന്താണ് അഡ്വേർബ്സ് ഓഫ് മാനർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാം, ഇവിടെ തന്നെ എഴുതിയിട്ടുണ്ട്. അഡ്വേർബ്സ് ഓഫ് മാനർ ഡിസ്ക്രൈബ്, അത് ഡിസ്ക്രൈബ് ചെയ്യുന്നു, വിവരിക്കുന്നു. ഹൗ ആൻ ആക്ഷൻ ഈസ് പെർഫോംഡ്, എങ്ങനെയാണ് ഒരു പ്രവൃത്തി ചെയ്തത്. ദേ ഗീവ് അസ് ഇൻസൈറ്റ് ഇൻ ടു ദ വേ സംതിങ് ഹാപ്പൻസ്, അത് നമുക്ക് ഒരു ഇൻസൈറ്റ് അല്ലെങ്കിൽ ഒരു അറിവ് തരുന്നു. ടു ദ വേ, ഏത് വേയിലാണ്, ഏത് രീതിയിലാണ് സംതിങ് ഹാപ്പൻസ്, ഒരു കാര്യം നടക്കുന്നതെന്ന്. വെദർ ഇറ്റ് ഈസ് ഡൺ ക്വിക്ക്ലി, അത് എങ്ങനെയാണ് നടന്നതെന്ന്. ക്വിക്ക്ലി പെട്ടെന്നാണോ, ജെന്റിലി വളരെ മൃദുലമായിട്ടാണോ, ഓക്വേർഡ്ലി നമുക്ക് ഇഷ്ടപ്പെടാത്ത രീതിയിലാണോ, അത് കോൺഫിഡന്റ്ലി വളരെ വിശ്വാസപൂർവ്വം അല്ലെങ്കിൽ ധൈര്യപൂർവ്വമാണോ എന്നുള്ള ഏത് രീതിയിലാണ് ഒരു പ്രവൃത്തി നടന്നത് എന്ന് അഡ്വേർബ്സ് ഓഫ് മാനർ നമുക്ക് പറഞ്ഞു തരുന്നു. ഓക്കെ, ഇനി അഡ്ജക്റ്റീവും അഡ്വേർബും ആയിട്ട് എങ്ങനെയാണ് മാറുന്നതെന്ന് നോക്കാം. എനോർമസ് എന്നുള്ളത് ഒരു അഡ്ജക്റ്റീവ് ആണ്, അൺയൂഷ്വൽ എന്നുള്ളതും അഡ്ജക്റ്റീവ് ആണ്, ട്രെമൻഡസ് എന്ന് പറഞ്ഞത് അഡ്ജക്റ്റീവ് ആണ്. അതിനെ അഡ്വേർബ് ആക്കാൻ നേരത്തെ എന്ത് പറ്റി, എനോർമസ്ലി എന്ന് ചേർത്തു. അൺയൂഷ്വൽ എന്നുള്ളതിനെ അഡ്വേർബ് ആക്കാൻ വേണ്ടിയിട്ട് അൺയൂഷ്വലി എന്ന് ചേർത്തു. ഓക്കെ, ട്രെമൻഡസ് എന്നുള്ളതിനെ അഡ്വേർബ് ആക്കാൻ വേണ്ടി ട്രെമൻഡസ്ലി എന്ന് ചേർത്തു. ഇനി ഇവിടെ തന്നിരിക്കുന്ന എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാണുവാനായിട്ട്